കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 18ാമത് സംരംഭക കൺവെൻഷൻ ആലപ്പുഴ കാംലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടന്നു. വിഷൻ സമ്മിറ്റ് 25 എന്ന പേരിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ 1500ഓളം കേബിൾ TV ഓപ്പറേറ്റർമാർ പങ്കെടുത്തു. പരിപാടിയിൽ കേരള വിഷന്റെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 2 ദശകമായി കേരള വിഷൻ വിജയകരമായി നടപ്പാക്കുന്ന സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകയാണ് COA 18ാമത് സംരംഭക കൺവെൻഷൻ വിഷൻ സമ്മിറ്റ് 25 എന്ന പേരിൽ ആലപ്പുഴയിൽ നടന്നത്. കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. കേരള വിഷൻ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സർവീസിലും നടപ്പാക്കാൻ പോകുന്ന ആധുനികവൽക്കരണങ്ങളും പുതിയ പദ്ധതികളും കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. UG ഫൈബർ പ്രോജക്റ്റാണ് ഞങ്ങൾ പ്രധാനമായും ഇപ്പം വീശുന്നത്. ഏതാണ്ട് കേരളത്തിൽ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ 100 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തടസ്സമില്ലാതെ ഇൻ്റർനെറ്റ് വീടുകളിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളൊരു പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായി 100 കോടി രൂപ ഒരു പ്രോജക്റ്റ് എടുത്തുകൊണ്ട് 2 കൺസൾട്ടൻസി ടീമുമായി ചർച്ച ചെയ്തു. അവരുമായിട്ട് ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അതിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. COA ജനറൽ സെക്രട്ടറി PB സുരേഷ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് സേവനം കൊൽക്കത്തയിലേക്കും വ്യാപിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ച് KCL ബംഗ്ലയുടെ ലോഗോ പ്രകാശനവും പരിപാടിയിൽ നടന്നു. തമിഴ്നാട്, കർണാടക തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാമായി ഇന്ത്യയിലാകെ ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള രീതിയാണ് കേരള വിഷൻ ഇപ്രാവശ്യം കൺവെൻഷൻ അവസാനിപ്പിക്കുമ്പോൾ എടുത്തുകൊണ്ട് പിരിയുന്നത്. ഉച്ചകഴിഞ്ഞ് നടന്ന ചടങ്ങിൽ കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകൾ വിതരണം ചെയ്തു. കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെടെയുള്ളവരുടെ വർണ്ണാഭമായ കലാസന്ധ്യയും അരങ്ങേറി. ന്യൂസ് മലയാളം, ആലപ്പുഴ.